ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇപ്പം എക്സാം അടുത്തതിൻ്റെ തിരക്കിലായിരിക്കും, പഠിത്തത്തിൻ്റെയൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും അല്ലേ? ഞാനും അങ്ങനെയാണ്. അതാണ് അധികം വീഡിയോസൊന്നും ഇടാത്തത്. സമയം കിട്ടുന്നില്ല, വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, എന്നാൽ വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ടൈമാണല്ലോ. അതുകൊണ്ടാണ് ബേസിക്കലി വീഡിയോ ഒന്നും ഇടാത്തത്. പക്ഷേ എനിക്ക് ഈ ലാസ്റ്റ് ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ലൈക്ക് ലാസ്റ്റ് മന്ത്സ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഈ ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ കാരണമാണ് വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുന്നത് കൂടുതലും. പിന്നെ ഞാൻ ഓർത്തു ഇനി ഒരുപാട് ലേറ്റായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഈ പറയാൻ വരുന്നത് തന്നെ നീറ്റ് എക്സാമിന് 1 മാസം മുമ്പോ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പോ ഉള്ളപ്പോൾ വന്ന് പറഞ്ഞാൽ ഇത്ര ഇഫക്റ്റീവ് ആയിരിക്കത്തില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ടൈമുണ്ട് മുന്നിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും മെത്തേഡ് നമ്മൾ പഠിക്കുന്നതിൽ അപ്ലൈ ചെയ്യണമെങ്കിലൊക്കെ ഇതൊരു കറക്റ്റ് പെർഫെക്റ്റ് ടൈമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ലാസ്റ്റ് മന്ത്സ് നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമ്മൾ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നാലും ഈ 3 മാസം കഴിഞ്ഞ് പോയി നീറ്റ് എക്സാമിങ് വരും. പക്ഷെ അതല്ല, യൂസ് ചെയ്യുന്നത് ഇഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഫസ്റ്റ് പോയിൻ്റ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട സമയമാണിത്. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഗൈഡുകളിൽ നിന്നൊക്കെ റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു, പിന്നെ ബാക്കി നമ്മൾ മെറ്റീരിയൽ ചെയ്തു, പിന്നെ NCERT ചെയ്തു, അങ്ങനെ റാൻഡമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 10-30 വർഷം മുമ്പ് തൊട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 1997 തൊട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, അത്രയും പഴയ ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യേണ്ടത്. ബേസിക്കലി NTAയുടെ പാറ്റേൺ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമേ. സോ ഇത് മെമ്മോ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ 2019 തൊട്ട് 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് NTA എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ചാപ്റ്റർ വൈസ് ആൻഡ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മുടെ വീക്ക് പോയിൻ്റ് ആണെങ്കിൽ അതിന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണത്. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ആൻസർ കീ ആണ്. ആൻസർ കീയുടെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. നോട്ട് ജസ്റ്റ് നമ്മുടെ ആൻസർ ഇന്ന ഓപ്ഷനാണെന്നത് പകരം ആ കറക്റ്റ് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. എസ്പെഷ്യലി ബയോളജിയും ഫിസിക്സൊക്കെ ആണെങ്കിലും ആ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു സോഴ്സിലേക്ക് ഈ ആൻസർ എങ്ങനെ ഇത് വന്നു, എങ്ങനെ ആ ഇക്വേഷൻ വന്നു എന്ന് പറഞ്ഞ് തപ്പി സമയം കളയേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഓരോ ആൻസറും തരുന്നത്. രണ്ടാമത്തെ കാര്യം വീഡിയോ സൊല്യൂഷൻസ് ആണ്. നമുക്കതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്താൽ ആപ്പിൽ ഇതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് കിട്ടും. സോ നമുക്ക് വായിച്ചിട്ട് മനസ്സിലാകാത്തത് വേണമെങ്കിൽ വീഡിയോ സൊല്യൂഷനും കൂടി കണ്ട് മനസ്സിലാക്കാം. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇനി ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇതിൻ്റെ എന്താ പറയുന്നത്, അട്രാക്റ്റീവായിട്ടുള്ള ഫീച്ചർ ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ അഫോർഡബിളാണ്. ഇറ്റ്സ് വെരി അഫോർഡബിൾ. ഈ 3 ബുക്കിന്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിക്കും കൂടി 799 ആണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 199 ആണ്. പക്ഷേ ഇപ്പോൾ ഓഫേഴ്സ് കാരണം 799 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രീവിയസ് ഇയർ ഒരു സബ്ജക്റ്റിൻ്റെ ബുക്കിന് തന്നെ ഏകദേശം ഈ പ്രൈസ് വരുന്ന ഒരു സമയത്താണ് നമുക്കിത് 3ഉം കൂടി ആ ഒരു പ്രൈസിൽ കിട്ടുന്നത്. സോ അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് ഡീൽ നമുക്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കരുത് എന്നാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അത് പ്രാക്ടീസ് ചെയ്യുന്നതും വീണ്ടും റിവൈസ് ചെയ്യുന്നതും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് നമ്മുടെ പ്രിപ്പറേഷനിൽ. പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് സമയത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മാർക്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. ഒരു ബിലോ ആവറേജ് നിൽക്കുന്ന ആൾക്ക് എബവ് ആവറേജ് എത്താൻ വരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സഹായിക്കും. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. മാത്രമല്ല, ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് ആണ് ബൂസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ പ്രിപ്പറേഷനെയും എക്സാമിനെയും തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും ബാധിക്കുന്നത്. അതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ കാര്യം ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയായിരിക്കും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന്. ടെസ്റ്റ് സീരീസാണ്. നമ്മൾ ജസ്റ്റ് ബോർഡ് എക്സാമിനെ പോലെ പഠിക്കുക, നീറ്റ് എക്സാം എഴുതുക, അങ്ങനെയല്ല ഇവിടുത്തെ പരിപാടി.
ഒരുപാട് ടെസ്റ്റ് സീരീസ്, ഒരുപാട് ടെസ്റ്റുകൾ എഴുതുക. എത്ര എക്സാം എഴുതാൻ പറ്റുമോ അത്ര എക്സാം എഴുതുക. ഇറ്റ്സ് ലൈക്ക് എക്സാം ഇസ് ദ ഗെയിം ചേഞ്ചർ. ഇത്രയും നാളുണ്ടായിരുന്ന നീറ്റ് ഗെയിമിന് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഫുൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാം പോലെ ആയിരിക്കും. സോ നിങ്ങൾ പ്രിപ്പറേഷൻ്റെ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും, തുടങ്ങിയ ആളാണെങ്കിലും, അതല്ല ഇപ്പോൾ സീറോ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയ ആളാണെങ്കിലും, അതല്ല ഫുൾ കണ്ടിന്യൂസ് ആയി നന്നായി പഠിച്ചു വന്ന ആളാണെങ്കിലും, ഏത് ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്കൊരു ടെസ്റ്റ് സീരീസ് അത്യാവശ്യമാണ്. എക്സാം എഴുതുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എക്സാം എഴുതുമ്പോൾ ഞാൻ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ സ്ക്രാച്ചിൽ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്, ബേസിക്സ് ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ബേസിക്സ് തൊട്ട് എക്സാം ഇടുന്ന ഒരു ടെസ്റ്റ് സീരീസ് കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് മെമോനീറ്റിൻ്റെ തന്നെ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസാണ്. സോ ഈ ടെസ്റ്റ് സീരീസിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബേസിക്സിൽ നിന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ടെസ്റ്റ് ക്ലാസ് 11 ബേസിക്സ്, പിന്നെ ക്ലാസ് 12 ബേസിക്സ്, അങ്ങനെ ബേസിക്സ് സ്ട്രോങ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ മേജർ ചാപ്റ്റേഴ്സിലേക്ക് കടക്കുന്നത്. പിന്നെ ഇതിൽ ടോട്ടൽ 36 ടെസ്റ്റുകളാണുള്ളത്. 26 പാർട്ട് ടെസ്റ്റുകളും 10 ഫുൾ ലെങ്ത് ടെസ്റ്റുകളുമാണുള്ളത്. സോ ബേസിക്കലി 36 പരീക്ഷകളുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഞാൻ പറയാൻ പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് മിസ്റ്റേക്ക് ബുക്ക്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം എഴുതുന്നത് കഴിഞ്ഞ് അത് അനലൈസ് ചെയ്യുക, മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ പലർക്കും മിസ്റ്റേക്ക് ബുക്ക്സ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് പോലും അറിയത്തില്ല, അല്ലെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞ് എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് അറിയുന്നില്ല. എക്സാം എഴുതുന്നു, അടുത്ത എക്സാമിന് പഠിക്കുന്നു, അത് എഴുതുന്നു, അടുത്ത എക്സാമിന് പഠിക്കുന്നു, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്ട് എക്സാം അനലൈസ് ചെയ്യുക. സോ അങ്ങനെ ഡിഫിക്കൽട്ടി തോന്നുന്നവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് സൊല്യൂഷനാണ്. കാരണം നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇതാണ് അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ മിസ്റ്റേക്ക് ബുക്ക് നമുക്ക് ആപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കി അത് റിവൈസ് ചെയ്യുന്നതിന് പകരം ഈ ആപ്പിൽ തന്നെ മിസ്റ്റേക്ക് ബുക്സിൻ്റെ സെക്ഷൻ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കത് റിവൈസ് ചെയ്യാനൊക്കുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് അതാണ് എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്, മിസ്റ്റേക്ക് ബുക്ക്. അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഹോൾഡ് ചെയ്യുന്ന കാര്യം തന്നെയാണ് മിസ്റ്റേക്ക് ബുക്ക്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് തെറ്റിപ്പോയതാണെങ്കിലും നമുക്ക് അറിയാത്തതിൻ്റെയൊക്കെ ആണെങ്കിലും വീഡിയോ എക്സ്പ്ലനേഷൻസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് സീരീസിന് എൻറോൾ ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ OMRഉം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ഒരു ഓഫ്ലൈൻ എക്സാമിൻ്റെ മോഡിൽ, നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ അതേ മോഡിൽ നമുക്ക് പെൻ ആൻഡ് പേപ്പറായിട്ട് നമുക്ക് എക്സാം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്കും ഈ OMR ഷീറ്റ് നമ്മൾ ആപ്പിൽ സ്കാൻ ചെയ്യുക. ഇതൊക്കെ ഞാൻ കാണിച്ച വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ്. ആപ്പിൽ സ്കാൻ ചെയ്യുക. വിത്തിൻ 20 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടും. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയത്, ഏതൊക്കെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് റിസൾട്ട് കിട്ടും. ആൻഡ് ഒബ്വിയസ്ലി മിസ്റ്റേക്ക് ബുക്സ് ഉണ്ടാക്കാനും പറ്റും. ഡബിൾ ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ നീറ്റ് 24 എക്സാമിന് ഔട്ട് ഓഫ് 200 ക്വസ്റ്റ്യൻസ് 180 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷത്തെ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസിൽ നിന്നുണ്ടായിരുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് സിമിലർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് മാത്രം ചേഞ്ച് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത് മാത്രം പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം 680 മാർക്സ് സ്കോർ ചെയ്യാമായിരുന്നു. സോ അതിൻ്റെ എവിഡൻസ്, അതിൻ്റെ ആ ഒരു PDF ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവുന്നതാണ്. അതായത് ആ 200 ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും അത് മെമോനീറ്റിനാണോ അല്ലേ വന്നതെന്നുള്ളതും അതിനകത്ത് പറയുന്നുണ്ട്. സോ ബേസിക്കലി അതാണ് ഈ ആപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് മെമോനീൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ഫ്രീ ഉണ്ട്, അതുമല്ല 24 ടെസ്റ്റ് സീരീസൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. ആൻഡ് വൺസ് യു ആർ ഇംപ്രസ്ഡ്, നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ നേരം കൂപ്പൺ കോഡ്, എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള മിസ്രിയ, ഞാൻ സ്ക്രീനിൽ കാണിക്കാം, മിസ്രിയ എന്നുള്ള കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എക്സ്ട്രാ 20% ഓഫറും കിട്ടുന്നതായിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് ഓൾറെഡി അഫോർഡബിൾ ആണ്. അഗെയിൻ ഓഫർ കിട്ടുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി വെരി അഫോർഡബിൾ ഫോർ യു. സോ അതാണ് എനിക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ട് സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, റിപ്പീറ്റായിട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക, എക്സാം എഴുതുക, അനലൈസ് ചെയ്യുക, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, നന്നായി പഠിക്കുക. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ വിശ്വസിക്കുക, ആ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുക, ഇപ്പോൾ ചെയ്യുന്ന അതേ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ഗിവ് അപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെയാണ് ബേസിക്കലി ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് ബെനിഫിഷ്യൽ ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ബൈ ബൈ.